ഇപ്പം നമ്മൾ പ്രിയങ്ക ഗാന്ധി ബത്തേരി എത്തിയെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തലേദിവസം തന്നെ പി എനെ വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് തരാൻ പറ്റില്ല, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത്രയും അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ലെറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പം അവർ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്നോട് മാത്രം അകത്തേക്ക് വരാൻ പറഞ്ഞു. ആദ്യം വന്നിട്ട് ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു, മലയാളി ആയിരുന്നില്ല. അവർ ആദ്യം പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം നമുക്ക് പ്രിയങ്കയായിട്ട് സംസാരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി പോകുന്നതാണ് ഞാൻ കണ്ടത്. അത് പ്രിയങ്ക ഗാന്ധി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്ക് ഇന്നും വ്യക്തമല്ല. അറിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളോട് ചെയ്തത് തീർച്ചും ഒരു അനാസ്ഥയാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ച ഒരു MP ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഇത്രയും ഒരു നമ്മുടെ കുടുംബത്തിൽ വന്ന് നമുക്ക് സംരക്ഷണം ഉറപ്പ് തന്ന ഒരു വ്യക്തി ചെയ്തത് ഒരു നല്ല കാര്യമാണോന്ന് എനിക്ക് മനസ്സിലാവില്ല. ഫോളോ അപ്പ് കൽപ്പറ്റ MLA സിദ്ദീഖ് സാറും പിന്നെ അതേപോലെ അനിൽകുമാർ സാറും MLA ആണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവർ രാവിലെ സിദ്ദീഖ് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് പറഞ്ഞത്, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു പ്രിയങ്ക മേഡം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അറിഞ്ഞിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞത്. അറിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അറിഞ്ഞിട്ടില്ല എങ്കിൽ അതൊരു മലയാളി ആയിരുന്നെങ്കിൽ അല്ലേ, ഒരു നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു MP, ആ MP നമുക്ക് സംരക്ഷണം തന്ന MP ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഓൾറെഡി ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പം ഇത്രയും നേരം പ്രിയങ്കനെ കാണാമെന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നും പറഞ്ഞു നമ്മളുടെ കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കി തരാം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ 10 ദിവസം എന്ന് പറഞ്ഞത് ഞാൻ രാവിലെ എല്ലാ ന്യൂസിലും പറഞ്ഞ പോലെ ഞങ്ങൾ നിവർത്തികേടാണ് ആ 10 ദിവസം. അത് ആരോടും ഒരു വാശി കാണിക്കാനോ അഹങ്കാരം കാണിക്കാനോ ഉള്ളതല്ല. ആ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഒരു പ്രശ്നത്തിനോ ഒരു പ്രകോപനത്തിനോ ഒന്നിനും പോകുന്ന ആൾക്കാരല്ല. ഞങ്ങൾ അന്ന് തന്നെ ഉപസമിതി വരികയും നമ്മളുടെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞപ്പം പോലും നമ്മൾ അവർ പറയുന്നതനുസരിച്ച് അന്ന് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം ഒരു മീഡിയന്റെ മുന്നിലും ഇനി ഒരു ബൈറ്റ് കൊടുക്കരുതെന്നാണ്. അതിനുശേഷം നമ്മളോട് എത്ര മീഡിയക്കാർ ചോദിച്ചിട്ട് നമ്മൾ വരാതിരുന്നതും ആ ഒരു വാക്ക് തെറ്റിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും ആ 10 ദിവസം ഞങ്ങൾ അനുഭവിച്ചൊരു പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്മാർക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലാണ്. എന്നിട്ട് പോലും ആ 10 ദിവസത്തിനുള്ളിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പാർട്ടീനെ നിങ്ങൾ തള്ളി പറയരുത്, പാർട്ടിയിൽ ഇതിനെ പറ്റിയൊരു നടപടി ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് മീഡിയയ്ക്ക് ഷെയർ ചെയ്യാവുന്നുള്ളതുകൊണ്ടാണ് ആ 10 ദിവസം അച്ഛൻ്റെ ലെറ്റർ പോലും ഞങ്ങൾ കാണിക്കാതിരുന്നത്. അതെ, അത് ഞങ്ങൾക്ക് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. 3 പിള്ളേരുണ്ട്, അവരുടെ ഭാവി നോക്കിയേ പറ്റുള്ളൂ. അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് മുതൽ തുടങ്ങാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല. ആ കുട്ടികൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അവരുടെ അടുത്ത്. ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മളുടെ ഭാഗത്ത് കോൺഗ്രസ് പാർട്ടി നിന്നില്ല എങ്കിൽ, നമ്മുടെ ഭാഗത്ത് ജെനുവിനാന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ പറയുന്ന നേതാക്കളെല്ലാം നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് സംരക്ഷണം ഉറപ്പ് വന്നത്. ഒരാളെ പോലും നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല, ഒരാളെ പോലും നമ്മൾ കാണാൻ പോകുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അനാസ്ഥ വന്നതിന് ശേഷമാണ് നമ്മളന്ന് DCC ഓഫീസിലും ബത്തേരിയും പോയിട്ട്, അതും നമ്മളൊരു റിക്വസ്റ്റ് പോലെയാണ് അവരോട് ചോദിച്ചത്, ഒരു അപ്പോയിൻമെന്റ് തരുമോ. എന്നാൽ പോലും ഇന്നലെ അപ്പോയിൻമെന്റ് തരാത്തപ്പോഴും നമ്മൾ റോഡിൽ നിന്ന് കണ്ടു. റോഡിൽ നിന്ന് കാണാനുള്ള ഒരു അവകാശം പോലും അവർ നിഷേധിച്ചു. അപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഓടിപ്പോയി കാണാൻ വേണ്ടി ശ്രമിക്കായിരുന്നു. അതൊന്നും നമ്മൾ ശ്രമിക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു വാശിക്കോ ഒരു പ്രശ്നത്തിനോ വേണ്ടി പോകുന്നതല്ല. ഞങ്ങളുടെ അവസ്ഥയാണ്, ഞങ്ങളുടെ മക്കളുടെ ഭാവി ഞങ്ങൾക്ക് സുരക്ഷിതമാക്കിയേ പറ്റുള്ളൂ. ആ 10 ദിവസം അവർ ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ തുടർ നടപടി നമുക്ക് നോക്കണം. പിന്നെ ഇത്രയും പറയാനുള്ളൂ, പാർട്ടിക്ക് ഞങ്ങളോടില്ലാത്ത സ്നേഹം എന്തായാലും ഞങ്ങൾക്ക് അന്നിപ്പോൾ പിന്നെ പാർട്ടിയുടെ ഒരു മുഖം രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ അച്ഛനാണ്, അനിയനാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും പ്രായത്തിൽ ആ മനുഷ്യനൊരു മകനെ കൊന്നിട്ട് ശരിക്കും വിഷം കൊടുക്കുകയല്ലേ ചെയ്തത്. അത്രയും ചെയ്ത് അച്ഛൻ മരിച്ചു. അച്ഛൻ ആവശ്യപ്പെട്ട കാര്യം എൻ്റെ മക്കളെ രക്ഷിക്കണം, എൻ്റെ കൊച്ചുമക്കളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യം പോലും അവർ ചെയ്ത് തരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് ഒട്ടും മനസ്സിന്ന് പോകുന്നില്ല. അതെ, ഇല്ല
ഇതുവരെ ഞങ്ങൾ ആ പേര് പറഞ്ഞിട്ടില്ല. ഈ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം പയ്യെ പയ്യെ എല്ലാവരും ഇത് മറന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ ഈ സുൽത്താൻ ബത്തേരി താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എല്ലാവരും പഴയ പോലെ തന്നെ എല്ലാവരും ഉദ്ഘാടനത്തിന് പോകാൻ തുടങ്ങി, എല്ലാവരും പ്രസംഗിക്കാൻ തുടങ്ങി. പലപ്പോഴും കിട്ടുന്ന വേദികളിലെല്ലാം കുടുംബ പ്രശ്നമാണെന്ന് പിന്നെയും പറയാൻ തുടങ്ങി. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇതിന് പ്രതികരിക്കാത്തത് നമ്മളുടെ വാക്കിനൊരു വിലയുള്ളതുകൊണ്ടാണ്. മീഡിയന് മുന്നിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന് ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ഉറപ്പ് തന്ന നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാണ്ടിരുന്നത്. നിവർത്തികേടാണ്. കാരണം ഒരു മനുഷ്യനാണ്, സാധാരണ സ്ത്രീയാണ് ഞാൻ. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മളൊരു പ്രശ്നത്തിന് പോയതല്ല. ആ ഗേറ്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ കാണാനുള്ള ഒരു അവകാശം പോലും നിഷേധിച്ചു. 10 ലക്ഷം ക്ലിയർ ഓഫ് ചെയ്യാം, ബാക്കിയുള്ളവർക്കും തീരുമാനമാകുന്നില്ല. കാരണം ബാധ്യതകൾ കൂടി എന്നാണ് പറയുന്നത്. അത് 10 ലക്ഷം രൂപ അവർ തന്നിട്ട് ഒരു 1.5 മാസമായി. ആ 10 ലക്ഷം രൂപയ്ക്ക് ഒന്നും ആവില്ല എന്ന് അവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടെ. അതല്ല അതിന്റെ മര്യാദ. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത നടപടി നോക്കും. അതല്ലാതെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എത്ര മാസങ്ങളായി കാത്തിരിക്കാൻ പറ്റിയ. ഇത് ഞങ്ങൾക്ക് ആ ക്യാഷായിട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ബാങ്ക് കൊണ്ടിടാനുള്ള കാര്യമൊന്നുമല്ല. അത് ഞങ്ങളുടെ ബാധ്യത തീർക്കണം. ബാധ്യത തീർത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവിനെ പറ്റി ആലോചിക്കണമല്ലോ. അതെ. പിന്നെ പാർട്ടിയുടെ ഒരു മുഖം രക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് വരുന്നില്ല. കാരണം ഇപ്പം സ്ഥലം MLA ആണ് പ്രതി. ഇതൊന്നും ഇതുവരെ ഞാൻ എടുത്തു പറയാത്ത കാര്യമാണ്. സ്ഥലം MLA ആണ് പ്രതി. പാർട്ടിക്ക് ഒരു കളങ്കം വരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത്. ഈ MLA എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്നത് നമ്മളുടെ ഒരു അവസ്ഥയാണ്. അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ തുറന്നു പറയും. അതെ, പറയാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർ നമ്മളോട് പറഞ്ഞല്ലോ. നമ്മളുടെ ആദ്യം തന്നെ അച്ഛന്റെ കത്ത് ജെനുവിനല്ല, എന്തൊക്കെ അവർ പറഞ്ഞു. എന്തൊക്കെ മര്യാദയില്ലാതെ സംസാരിച്ചു കഴിഞ്ഞിട്ട് പോലും അതിനൊന്നും നമ്മൾ പ്രതികരിച്ചിട്ടില്ല. അന്നപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ സാധാരണക്കാരാണ്, അവരോട് മല്ലിടാനുള്ള ഒരു ധൈര്യമല്ല, അവരോട് മല്ലിടാനുള്ള ഒരു ഇത് നമുക്കില്ല. അങ്ങനെയായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം അവർ വരികയും ഞങ്ങൾക്കാണ് തെറ്റുപറ്റിപ്പോയത് എന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. അന്ന് വന്നവരെല്ലാവരും അച്ഛൻ്റെ കത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞങ്ങളൊരു വയനാട്ടിൽ നിന്ന് ഇത്രയും കത്ത് ഡെയിലി വരുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്നാന്ന് കരുതി പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് അവർ ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷം ഉപസമിതി വന്നു. ഉപസമിതി എന്താണ് പറഞ്ഞത്, വിജയന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. ഈ ന്യായം ഉണ്ട് എന്ന് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പ്രിയങ്ക ഗാന്ധിന്റെ എല്ലാവരും അറിയണമല്ലോ. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് മലയാളം അറിയില്ല എന്നുള്ളതൊരു, പ്രിയങ്കയുടെ മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു മരിച്ചത് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, കാണാൻ വന്നത് ആ കോൺഗ്രസ്സുകാരന്റെ കുടുംബങ്ങളല്ലേ. ഞങ്ങളെ തീർച്ചയായിട്ടും അവർ കാണണ്ടേ. അതെ, ഞങ്ങൾക്ക് അതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ട് ഒരു സമയമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. ജസ്റ്റ് ആ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങളൊന്ന് കണ്ട് ഞങ്ങൾക്ക് ഒരു ലെറ്റർ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അതിലും കൂടുതലൊന്നും ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയതുമല്ല ഇന്നലെ.